നമ്മൾ പാൽപ്പൊടി വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഇതിന് മുന്നേ തയ്യാറാക്കിയിരുന്നു അല്ലേ. ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഗുലാബ് ജാമുൻ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാൽ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ബ്രെഡിനനുസരിച്ച് വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഉരുളകളാക്കാൻ പറ്റുന്ന രീതിയിൽ പാൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. എന്നിട്ട് കൈവച്ചിട്ട് ഞാൻ ചെറിയ ബോൾസ് ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കൈവച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടും ക്രാക്ക് വീഴാതെ ബോൾസാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് സിറപ്പ് ഉണ്ടാക്കി മാറ്റി വെക്കുക കേട്ടോ. ചെറിയ ചൂട് വേണം കേട്ടോ സിറപ്പ് നമ്മൾ അതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അതിലേക്ക് ഒരു 3 ഏലക്കായ കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു നൂൽ കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. പിന്നിട്ട് ഓയിൽ ചെറിയ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ചെറിയ ചൂടിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ മെല്ലെ ആ ഒരു ബോൾസിൽ ടച്ച് ചെയ്യാതെ ഓയിലിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് എല്ലാ ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ആ ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇതിട്ട് കൊടുക്കാം. 3-4 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ്. പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ട് തന്നെ വേണം. ഇതും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.